നമസ്തേ. ഓഗസ്റ്റ് മാസം 20-ാം തീയതി ജനിച്ചവരുടെ ഭാഗ്യസംഖ്യ 2. ചന്ദ്രനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്ലാനറ്റാണ്, നമ്പറാണ് നിങ്ങളുടേത്. ചന്ദ്രൻ 15 ഡേയ്സ് വരുന്നു, 15 ഡേയ്സ് പോകുന്നു. അതായത് അമാവാസിയും പൗർണമിയും. സിക്സാഗ്, കയറ്റ് ഇറക്കം. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി രസകരമായ രീതിയിൽ, സരസമായ രീതിയിൽ നിങ്ങൾ സംസാരിക്കും, മറ്റുള്ളവരോട് ഇടപെടും. നിങ്ങളുടെ ഇടപെടലൊക്കെ മറ്റുള്ളവർക്ക് ഇഷ്ടവുമാണ്. ലക്ഷ്യബോധമുള്ളവരാണ്, നല്ല നല്ല നവീന ആശയങ്ങൾ ഉള്ളവരാണ്. ഈ നവീന ആശയം കഴിവതും അപ്ലൈ ചെയ്യുവാൻ ശ്രമിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങളൊരു തരം ആകാശക്കോട്ട കിട്ടും. കലാപരമായിട്ടും സാഹിത്യപരമായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ നല്ല കഴിവുള്ളവരാണ് നിങ്ങൾ. ഓഗസ്റ്റ് മാസം 20-ാം തീയതി ജനിച്ചവർ നിങ്ങൾ. നിങ്ങളുടെ പേരിൽ ബി ഫോർ ഭാസ്കർ, കെ ഫോർ കേരള, ആർ ഫോർ റഷ്യ. ഈ BKR എന്ന ലെറ്റേഴ്സ് ഉണ്ടെങ്കിൽ, 3 ലെറ്റേഴ്സ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ 1 ലെറ്റർ ആയാലും 2 ലെറ്റർ ആയാലും ശരി, വളരെയേറെ സപ്പോർട്ട് ചെയ്യും. ഇവ ഇല്ലെങ്കിൽ ഒരു പരിധിവരെ നെഗറ്റീവ് നിങ്ങളെ ബാധിക്കും. നിങ്ങൾ ജനിച്ച ഡേറ്റും മാസവും വർഷവും കൂടി കണക്ക് കൂട്ടുമ്പോൾ അതാണ് വിധിസംഖ്യ എന്ന് പറയുന്നത്. 20 വന്നാൽ നിങ്ങൾക്ക് സ്വാർത്ഥത വർദ്ധിക്കും. ജനിച്ച ഡേറ്റ് കണക്ക് കൂട്ടണം, മാസം കൂട്ടണം, വർഷം കണക്ക് കൂട്ടണം. അങ്ങനെ ടോട്ടൽ 20 വരുന്നതെങ്കിൽ സ്വാർത്ഥതയുണ്ടാകും. നിങ്ങളുടെ കാര്യസാധ്യതയ്ക്കായിട്ട് മറ്റുള്ളവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഒറ്റയ്ക്ക് പറക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കൂട്ടുകാരില്ലാതെ അല്ലെങ്കിൽ ആരെങ്കിലും ഇല്ലാതെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറക്കാൻ പറ്റത്തില്ല, മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം ഉള്ളിൽ ഇരിക്കുന്ന സ്വാർത്ഥതയാണ്. ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ കാര്യസാധ്യതയ്ക്ക് മുന്നോട്ട് പോകും. അതത്ര നല്ല സ്വഭാവമല്ല. നിങ്ങളുടെ വിധിസംഖ്യ 20 ആണെങ്കിലാണ്. ഓഗസ്റ്റ് 20-ന് ജനിച്ചവരുടെ, ഇനി ആരുടെ ആയാലും 20 വന്നാൽ ദൂഷ്യം ചെയ്യും. ഇനി മറ്റൊന്ന്, നിങ്ങളുടെ പേരിൻ്റെ ആ സംഖ്യ, നാമസംഖ്യ, ന്യൂമറിക്കൽ വാല്യൂ. നിങ്ങളുടെ പേരിൽ ആ ഇംഗ്ലീഷ് ലെറ്റേഴ്സിന്, ഓരോ ലെറ്റേഴ്സിനും ഓരോരോ പ്രത്യേകം വാല്യൂസുണ്ട്. ഈ യൂട്യൂബിലൂടെയൊക്കെ നിങ്ങൾ ധാരാളം പേര് ഈ ന്യൂമറോളജിയെ പറ്റിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ വാല്യൂസും പറയുന്നില്ല, നിങ്ങൾക്കറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്നെക്കാളും ഒരു പരിധിവരെ നിങ്ങൾക്ക് കൂടി അറിവുണ്ടെന്നുള്ള വിശ്വാസമാണ്. ഞാൻ പിന്നെ യൂട്യൂബിൽ വന്ന് കാര്യങ്ങൾ അല്പം കൂടി പറയുന്നു. നിങ്ങൾക്കും കഴിവുണ്ട്, നിങ്ങൾ പറയുന്നില്ലെന്ന് മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ നാമസംഖ്യ 20 വരുന്നതെങ്കിൽ, ഇനി പേരിലെ ലെറ്റേഴ്സ്, നിങ്ങളുടെ പേരും നിങ്ങളുടെ അച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ കുടുംബ പേരോ ആയിട്ടായിരിക്കും ഈ പാസ്പോർട്ടിലോ സർട്ടിഫിക്കറ്റിലേക്ക് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 20 വന്നാലും ശരി, നിങ്ങൾക്ക് സ്വാർത്ഥതയാകും, അത് നെഗറ്റീവാണ്. ആ സ്വഭാവം വെടിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് ദൈവികമായ ശക്തിയുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ അറിയത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ മറ്റുള്ളവരുടെ പല കാര്യങ്ങളും തിരിച്ചറിയുവാനുള്ള ഒരു ദൈവികമായ ശക്തി ബൈ ബർത്ത് നിങ്ങളിലുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങളുടെ ദേവത ദുർഗയാണ്. ആയതിനാൽ വടക്ക് ഭാഗമാണ് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി തരുന്ന ഒരു ഡയറക്ഷൻ. കാര്യങ്ങൾ ചന്ദ്രഗായത്രി ജപിക്കുക. ചന്ദ്രഗായത്രി ജപിക്കുമ്പോൾ വടക്ക് ഭാഗത്തേക്ക് നോക്കി ജപിക്കണം. കടും നിറങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും യോജിക്കില്ല എന്നാണ് കളർ തെറാപ്പി പറയുന്നത്. ചുവപ്പും കറുപ്പും നിങ്ങൾക്ക് വളരെ ദൂഷ്യം ചെയ്യുന്ന കളേഴ്സാണ്. ഇനി അഥവാ ചുവപ്പും കറുപ്പൊക്കെ ഉണ്ടല്ലോ, ചാരിറ്റി കൊടുത്തേക്കൂ. ലൈറ്റ് കളേഴ്സാണ് നിങ്ങൾക്ക് നല്ലത്. പിന്നെ പച്ചയൊക്കെ പറ്റും. ലൈറ്റ് കളേഴ്സാണ് പൊതുവെ അനുയോജ്യം. നിങ്ങളുടെ മനസ്സിൽ നല്ല ക്വാളിറ്റീസ് ഉണ്ട്, പക്ഷേ ആത്മബലം കുറയും. ആത്മബലം കൂട്ടുവാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രഗായത്രി ജപിക്കുവാൻ പറഞ്ഞത്. മറ്റുള്ളവരാൽ ചതിക്കപ്പെടാതെയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.